കുമാറിൻ്റെ മൃതദേഹം ഇപ്പോൾ ടൗൺ ഹാളിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഇവിടേക്ക് ഒഴുകിയെത്തുന്നു. ആ കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഏവരെയും സംബന്ധിച്ചിടത്തോളം പലരും കണ്ണീരണിഞ്ഞ് തന്നെയാണ് പോകുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ പറവൂരിലെ വിവിധ വിഷയങ്ങളിലടക്കം ഇടപെട്ടിരുന്ന ഒരു ആൾ കൂടിയായിരുന്നു ഈ സലീം കുമാർ. സിനിമാ മേഖലയിലൊപ്പം തന്നെ സാമൂഹ്യ വീക്ഷണങ്ങളിലടക്കം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള നിലപാടുകളും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വീക്ഷണങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെ അദ്ദേഹം പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. വെള്ളിത്തിരയിൽ നമ്മളെ ചിരിപ്പിച്ചതിനൊപ്പം ഏറെ ചിന്തിപ്പിക്കുകയും ചെയ്ത ഒരു കലാകാരനായിരുന്നു സലീം കുമാർ. ആ സലീം കുമാറിൻ്റെ മൃതദേഹമാണ് ഇപ്പോൾ ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. നിരവധി പേർ ഇവിടേക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തുന്നുണ്ട്. നിരവധി പരിപാടികൾ അദ്ദേഹം ഇവിടെ പങ്കെടുത്തിരുന്നതാണ്. ആ പങ്കെടുത്ത ഒരു സ്ഥലത്തേക്ക് ആണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ചേതനയേറ്റ ശരീരം കൊണ്ടുവന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ആരോഗ്യം മോശമായതിനെ തുടർന്നാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. തുടർന്ന് അല്പം വഷളായതിനെ തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റി. അതിനുശേഷം രാത്രിയോടുകൂടി മരണം സംഭവിക്കുകയായിരുന്നു. എന്തായാലും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഹാസ്യ നടനായിയാണ് സിനിമയിലേക്ക് വന്നതെങ്കിലും മറ്റ് ഒട്ടനവധി കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ഗൗരവമേറുന്ന ഒട്ടനവധി കാമ്പുള്ള കഥാപാത്രങ്ങളടക്കം അദ്ദേഹം ചെയ്തു. അതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ ജനശ്രദ്ധ നേടുകയും ചെയ്തു. ചെറുതും വലുതുമായിട്ടുള്ള ഒട്ടനവധി കഥാപാത്രങ്ങൾ, ആ കഥാപാത്രങ്ങളിലൂടെ അദ്ദേഹം പങ്കുവച്ചിട്ടുള്ള ആശയങ്ങളൊക്കെ തന്നെ ഏവരും ഏറ്റെടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ മലയാള സിനിമാ പ്രേക്ഷകർ അവരുടെ ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ തന്നെ അദ്ദേഹത്തെ കാണുകയും ചെയ്തിരുന്നു. അത്തരത്തിലുള്ളൊരു സ്നേഹവും ഒക്കെ തന്നെ അവർ പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സലീം കുമാറിനോട് വലിയ അടുപ്പം ഏവർക്കും ഉണ്ടായിരുന്നു. ഒരു സ്വാഭാവികതയിലൂന്നിയുള്ള ഒരു അഭിനയ ശൈലിയായിരുന്നു അദ്ദേഹത്തിൻ്റെത്. വൈവിധ്യമാർന്ന അഭിനയ ശൈലി, അതിൽ സ്വാഭാവിക ഒരു നാച്ചുറൽ ആക്ടർ എന്ന് നമുക്ക് പറയാം. അത്തരത്തിലുള്ള വിശേഷണങ്ങളും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ അഭിനയ പാടവത്തിൽ, അഭിനയ ശൈലിയിൽ ഉണ്ടായിരുന്നു. നിരവധി ഹാസ്യ കഥാപാത്രങ്ങളൊക്കെ തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഒട്ടനവധി സിനിമകൾ നമുക്ക് പറയാം. അങ്ങനെ ഏവരെയും ചിരിപ്പിച്ച ഒരു കലാകാരനായിരുന്നു സലീം കുമാർ വെള്ളിത്തിരയിൽ. അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ ഇഷ്ടമാണ് നൂറുവട്ടം. അതിനുശേഷം അദ്ദേഹം ഒട്ടനവധി ചിത്രങ്ങളിൽ, ഏകദേശം 300-ൽ പരം ചിത്രങ്ങളിൽ വേഷം ചെയ്തു. അതിൽ 2005-ൽ പുറത്തിറങ്ങിയ ലാൽ ജോസ് സംവിധാനം ചെയ്തിട്ടുള്ള അച്ഛനുറങ്ങാത്ത വീടെന്ന് പറയുന്ന ചിത്രം, അത് വലിയൊരു ബ്രേക്കാണ് അദ്ദേഹത്തിന് നൽകിയത്. അതിലെ കഥാപാത്രം സാമുൽ എന്ന് പറയുന്ന കഥാപാത്രം ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. കാരണം അമ്മ മരിച്ച 3 പെൺകുട്ടികൾ, അവരെ വളർത്തുന്ന ഒരച്ഛൻ്റെ ഒരവസ്ഥ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ജീവിതത്തിലുണ്ടാകുന്ന വിഷയങ്ങളൊക്കെ തന്നെ വളരെ തന്മയത്വത്തോടുകൂടി ആ ഗൗരവം ഉൾക്കൊണ്ട് അതിൻ്റെ കാമ്പോടുകൂടി ആഴത്തിൽ അദ്ദേഹം പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. അപ്പോൾ തനിക്ക് രണ്ടും വഴങ്ങും. അതായത് വളരെ സ്വാഭാവികതയിൽ ഊന്നിയുള്ള ആ ഒരു ഹാസ്യ ശൈലി, അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ, ഗൗരവമേറുന്ന കഥാപാത്രങ്ങൾ, അതിൻ്റെ ആ ഒരു തീവ്രത ഒട്ടും ചോരാതെ അഭിനയിപ്പിക്കാൻ അല്ലെങ്കിൽ അത് പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന, വെള്ളിത്തിരയിൽ പകർന്നാടാൻ കഴിയുന്ന ഒരു ശൈലി, ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പ്രേക്ഷകർ ഇരു കൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. ആ ചിത്രത്തിന് അദ്ദേഹത്തിന് മികച്ച നടനുള്ള 2ാമത്തെ പുരസ്കാരവും കിട്ടുകയും ചെയ്തു. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഗ്രാമഫോൺ എന്ന് പറയുന്ന ചിത്രത്തിലെ തബല ഭാസ്കരൻ എന്ന് പറയുന്ന കഥാപാത്രം, ആ കഥാപാത്രവും വളരെ ഒരു കാമ്പുള്ള കഥാപാത്രം തന്നെയായിരുന്നു. അതും പ്രേക്ഷകർ ശ്രദ്ധ നേടി, പ്രേക്ഷകർ ഏറ്റെടുത്തു. ആദാമിൻ്റെ മകൻ അബു, നമുക്ക് ഏവർക്കും അറിയാം, പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയ ഒരു സിനിമ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അദ്ദേഹത്തിന് മികച്ച നടനുള്ള പുരസ്കാരങ്ങൾ, ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങളടക്കം അദ്ദേഹം ഏറ്റുവാങ്ങുകയുണ്ടായി. 4 ചിത്രങ്ങൾ അദ്ദേഹം സംവിധാനവും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സിനിമാ മേഖലയിൽ വലിയ തോതിലുള്ള പങ്ക് നമ്മുടെ മലയാള സിനിമാ രംഗത്ത് അദ്ദേഹം എഴുതി ചേർത്തിട്ടുണ്ട്, വരച്ചിട്ടുണ്ട്. മലയാള സിനിമാ ചരിത്രത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് എന്ന് പറയുന്നത് നിസ്തുലമാണ്, വളരെ പ്രധാനപ്പെട്ടതുമാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പങ്ക് ആ ഒരു സിനിമാ മേഖലയിൽ പങ്കുവച്ചിട്ടുള്ള ആളാണ് സലീം കുമാർ. മാത്രമല്ല പൊതു സാമൂഹ്യ വിഷയങ്ങളിലടക്കം അദ്ദേഹം, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത കലാകാരൻ എന്ന്, നമ്മളെ ഒട്ടനവധി കാര്യങ്ങളിലേക്ക് നയിക്കുകയും ഒക്കെ ചെയ്ത കലാകാരനാണ്. അദ്ദേഹത്തിൻ്റെ ജീവിത യാഥാർത്ഥ്യങ്ങൾ, അദ്ദേഹം വളർന്നു വന്ന വഴികൾ, ഏറെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്. അതിനുശേഷം പ്രാഥമിക വിദ്യാഭ്യാസം പറവൂരിൽ പൂർത്തിയാക്കുന്നു. മല്യങ്കര SNM കോളേജിൽ അദ്ദേഹം പ്രീ ഡിഗ്രി പഠനം പൂർത്തിയാക്കുന്നു. തുടർന്ന് മഹാരാജാസിലേക്ക് ബിരുദ പഠനത്തിനായി വരുന്നു. അവിടെ മിമിക്രിയിൽ തുടങ്ങുകയാണ്. മിമിക്രി കലാകാരൻ എന്ന നിലയിൽ തന്നെ തുടങ്ങി ആ രീതിയിലാണ് അദ്ദേഹം കലാരംഗത്തേക്ക് വരുന്നത്. തുടർന്ന് സിനിമയിൽ എത്തുന്നു. സിനിമയിലെത്തുമ്പോഴും അദ്ദേഹത്തിൻ്റെ 2000-ന് ശേഷം ഒട്ടനവധി ചിത്രങ്ങൾ അദ്ദേഹത്തിന് വലിയ ബ്രേക്കുകൾ സമ്മാനിച്ചിട്ടുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. അതിനൊക്കെ ശേഷമാണ് അദ്ദേഹം ഇത്തരം കാര്യങ്ങളിലേക്ക് കൂടി എത്തിയത്. അങ്ങനെ വലിയ തോതിലുള്ള ഒരു പങ്കാളിത്തം വഹിച്ച ഒരു കലാകാരനായിരുന്നു സലീം കുമാർ. ആ സലീം കുമാറിൻ്റെ മൃതദേഹമാണിപ്പോൾ ചേതനയേറ്റ ശരീരം ഇപ്പോൾ ടൗൺ ഹാളിലേക്ക് എത്തിച്ചിരിക്കുന്നു.